നമസ്കാരം. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ്, മന്ത്രിസഭാ രൂപീകരണം ഇവയുമായി എല്ലാം ബന്ധപ്പെട്ട പൊടിപടലങ്ങൾ കെട്ടടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒട്ടൊക്കെ ശമിച്ചിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം ബാക്കിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പുനഃക്രമീകരിക്കേണ്ട ആവശ്യകതയാണ് ഇനി ബാക്കിയുള്ളത്. കാരണം സംഘടനയുടെ തലപ്പത്തുള്ള KPCC പ്രസിഡന്റ് മന്ത്രിസഭയിൽ ചേർന്ന് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിസഭയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരുള്ളതിൽ 2 പേർ അവർ മന്ത്രിസഭയിൽ ചേർന്നിരിക്കുന്നു. അതായത് KP അനിൽകുമാർ, അതേപോലെ കുണ്ടറ MLA കൂടിയായ PC വിഷ്ണുനാഥ്, ഈ 2 പേരും മന്ത്രിസഭയുടെ ഭാഗമായി. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറെക്കാലമായുള്ള കീഴ്വഴക്കമാണ് ഒരു വ്യക്തിക്ക് ഒരു പദവി, ഇരട്ട പദവി ഒഴിവാക്കണം. MPയോ MLAയോ മന്ത്രിയോ ഒക്കെ ആയിരിക്കുന്ന ഒരാൾക്ക് സംഘടനയിൽ ചുമതല ഉണ്ടാവരുത് എന്നാണ് പൊതുശാസ്ത്രം. എപ്പോഴും അത് നടപ്പിൽ വന്നു എന്നിരിക്കില്ല. ഇവരൊക്കെ തന്നെ PC വിഷ്ണുനാഥ് MLA ആയിരുന്നു. ഷാഫി പറമ്പിൽ സംഘടനയുടെ ചുമതലയുള്ള ആളാണ്, വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റാണ്, MP ആണ്, വടകര MP ആണ്. സണ്ണി ജോസഫ് MLA ആണ്. പക്ഷേ ഐഡിയലി ഒരു സ്ഥാനം, പ്രത്യേകിച്ചും മന്ത്രിസ്ഥാനത്തുള്ള ഒരാളിന് സംഘടനയുടെ കൂടെ ചുമതല ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എ റീകൺസ്ട്രക്ഷൻ, റീസ്ട്രക്ചറിങ്. സംഘടനാ സംവിധാനം ആകമാനം ഉടച്ചു വാർക്കണം. അതിന് തിരഞ്ഞെടുപ്പിലൂടെയാണോ നടക്കേണ്ടത്? നാമനിർദ്ദേശത്തിലൂടെയാണോ നടക്കേണ്ടത്? സമവാക്യങ്ങൾ പാലിക്കേണ്ടതില്ലേ? ചില നഷ്ടസ്വപ്നങ്ങൾ ചിലർക്കെങ്കിലും, ഒരു MLA പദം ആഗ്രഹിച്ച ചിലരെങ്കിലുമുണ്ട്. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ സീറ്റ് ആഗ്രഹിച്ച ശ്രീ ജോസഫ് വാഴക്കനുണ്ട്. അദ്ദേഹം സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് പകരം നാട്ടകം സുരേഷിനാണ് ഏറ്റുമാനൂർ സീറ്റ് അവസാനം കൊടുത്തു. അദ്ദേഹം ജയിച്ച് MLAയുമായി. പക്ഷേ വാഴക്കൻ സീനിയർ നേതാവാണ്. അദ്ദേഹം ഒന്നുമില്ലാതെ നിൽക്കുന്ന MP അല്ല, MLA അല്ല, മറ്റു ചുമതലകളൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം ന്യായമായി കിട്ടിക്കൂടാകുകയില്ല. പക്ഷെ അവിടെയാണ് മറ്റ് ക്ലെയിമൻസ്. ഈ ഏറെക്കാലമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു ക്ലെയിമുണ്ട്. ആ ക്ലെയിം ഇപ്പോൾ സണ്ണി ജോസഫ് അവസാന നിമിഷം കൊടുക്കേണ്ടി വന്നതാണ്. ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റാകാൻ യോഗ്യനാണ്, സീനിയർ നേതാവാണ്, MP ആണ്, സംഘടനയിലെ നല്ലൊരു സംഘാടകനാണ്. ആന്റണി ഗ്രൂപ്പിൻ്റെ, അല്ലെ A ഗ്രൂപ്പിൻ്റെ, ഉമ്മൻചാണ്ടിയൊക്കെ നേതൃത്വം നൽകിയ ഗ്രൂപ്പ് മാനേജർ കൂടിയായിരുന്നു. കാഴ്ചപ്പാടുള്ള കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു ബാലൻസാണ് അന്ന് ഈ അവസാന ഘട്ടത്തിൽ, പിണറായി ഗവൺമെൻറ് അവസാന പാദത്തിൽ നടന്ന കോൺഗ്രസിനുള്ളിലെ ഒരു വീതം വയ്പ്. അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട അടൂർ പ്രകാശിന് UDFന് ചുമതല നൽകി. UDF കൺവീനർ. ഒരു പക്ഷേ അതിൽ മാറ്റമുണ്ടാവില്ല. അപ്പോൾ ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ്. 27-28% കേരളീയരും ശ്രീനാരായണീയരാണ്, ഈഴവരാണ്. അത് തീയ സമുദായം കൂടി ചേർക്കുമ്പോൾ 28% വരും. അത് വലിയൊരു നമ്പറാണ്. ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം. മന്ത്രിസഭയിൽ 3 അംഗങ്ങളുണ്ട്, അല്ലേ? ബിന്ദു കൃഷ്ണ കൊല്ലം പ്രതിനിധി, അതുപോലെ OJ ജനീഷ് കൊടുങ്ങല്ലൂർ പ്രതിനിധി, അതുപോലെ M ലിജു കായംകുളം പ്രതിനിധി. ഈ 3 പേര് സമുദായത്തിൻ്റെ പ്രതിനിധികളായുണ്ട്. ഇപ്പോൾ സമുദായത്തിൻ്റെ പ്രതിനിധികൾ എന്ന് പറയുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷേ സാമുദായിക പരിഗണന നോക്കണമല്ലോ. റെയിൻബോ ഒരു സംവിധാനമാണ് UDF എന്ന് ഓർക്കണം. അതുപോലെ നായർ സമുദായത്തിൽ നിന്നും ഏറെ പേരുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ദളിത് മുഖങ്ങളുണ്ട്, അല്ലേ? അപ്പം ആ ജളിത് കോട്ട എന്നുള്ള അർഹതയാണ്. അപ്പം KA തുളസി ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ്. പക്ഷേ കോങ്ങാട് കടുത്ത ഇടതുപക്ഷ മണ്ഡലത്തിൽ ജയിച്ചു വന്നയാളാണ്. ഒരുപക്ഷെ ടേം വ്യവസ്ഥയിൽ ആണ് മന്ത്രിയായിരിക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ള നിഗമനം. IC ബാലകൃഷ്ണന് വേണ്ടി 2.5 വർഷത്തിന് ശേഷം അതൊരു ഷെഡ്യൂൾ ട്രൈബ് കോട്ട കൂടെ വരും. അപ്പോൾ അവിടെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ മറ്റൊരു അംഗം കൂടിയുണ്ട്, അത് KP അനിൽകുമാർ ഉണ്ട് എന്നോർക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ബാലൻസാണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് വേണം എല്ലാ തരം ബാലൻസിങ് നടത്താൻ. കാരണം മുസ്ലിം ലീഗിലുള്ളത് മുസ്ലിങ്ങളും മാത്രമാണ്. കേരള കോൺഗ്രസിലുള്ളത് 7 പേരിൽ 7 പേരും ക്രൈസ്തവരാണ്, മിക്കവരും കത്തോലിക്കരുമാണ്, അല്ലേ? അനൂപ് ജേക്കബ് കേരള കോൺഗ്രസിൻ്റെ അത് യാക്കോബായ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്.
പക്ഷേ മറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏതാണ്ട് പൂർണ്ണമായും കത്തോലിക്ക വിഭാഗമാണെന്ന് ഓർക്കണം. ഒരു മാർത്തോമാക്കാരനും ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സിന് ചുരുക്കം ക്രൈസ്തവ മുഖങ്ങളെ ഉൾപ്പെടുത്താനാക്കൂ സാധിക്കൂ. റോജി എം ജോൺ ഉൾപ്പെടുത്തപ്പെട്ടത് അങ്ങനെയാണ്. അപ്പം അവിടെ കോൺഗ്രസ്സിന് പല പരിഗണനകൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവ മുഖമായി സണ്ണി ജോസഫ് ഉണ്ട്, കത്തോലിക്ക സഭയാണ്. റോജി എം ജോൺ കത്തോലിക്ക വിഭാഗക്കാരനാണ്. അപ്പോൾ കൂടുതൽ പേരെ കൊടുക്കാൻ ആവാത്ത ഒരു അന്തരീക്ഷം. കാരണം 6 ഘടകകക്ഷി മന്ത്രിമാർ, 6 മന്ത്രിമാർ ക്രൈസ്തവരും 6 മന്ത്രിമാർ മുസ്ലിങ്ങളുമാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നും കോൺഗ്രസ്സിന് 2 മന്ത്രിമാരെ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ മാത്രമേ പൂർണ്ണമായി അത് വിട്ടുകൊടുക്കാൻ സാധിക്കും. 5 മുസ്ലിം മന്ത്രിമാരുണ്ട്, മുസ്ലിം ലീഗിന് മന്ത്രിമാരുണ്ട്, പിന്നെ ഒരാളാണുള്ളത്, അത് വയനാട്ടിൽ നിന്നുള്ള അംഗമാണ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ വരുന്ന ഒരു ബാലൻസ്, ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ 45%, പക്ഷേ 60% മിനിസ്റ്റീരിയൽ ബർത്ത് ന്യൂനപക്ഷ സമുദായത്തിന് പോയി. ഭൂരിപക്ഷങ്ങൾക്ക് ബാക്കി 45% ഉള്ളൂ. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തും UDF കൺവീനർ സ്ഥാനത്തും ഭൂരിപക്ഷ സമുദായത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ KPCC പ്രസിഡന്റ് ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണമോ, ക്രൈസ്തവനാകാമോ, അതോ ഭൂരിപക്ഷ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കുറഞ്ഞതുകൊണ്ട് KPCC പ്രസിഡന്റും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളാവണമോ? ഇതാണ് ചോദ്യം. ഇപ്പോൾ ക്രൈസ്തവനായ KPCC പ്രസിഡന്റ് മാറുമ്പോൾ മറ്റൊരു ക്രൈസ്തവ സമുദായത്തിന് കൊടുത്താൽ 18% വരുന്ന ക്രൈസ്തവർക്ക് മന്ത്രിസഭയിലും സംഘടനയിലും അനർഹമായ പ്രാതിനിധ്യം എന്ന ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം UDF സംവിധാനം പോകുന്നത് അങ്ങനെയാണ്. LDFിൽ അങ്ങനെയല്ല, മറ്റൊരു മാനദണ്ഡമാണ്. പാർട്ടിക്ക് ചില സങ്കല്പങ്ങളുണ്ട്, അതനുസരിച്ചങ്ങ് പോകും. അവിടെ വലിയ കീറാമുട്ടിയായി മാറും. സംഘടന ഏതാണ്ട് പൂർണ്ണമായി പൊളിച്ചെഴുതപ്പെടും. പുതിയ KPCC പ്രസിഡന്റ്, 3 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ. ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്നും KPCC പ്രസിഡന്റായി ഉയർത്തപ്പെടുമോ? കോൺഗ്രസിനുള്ളിൽ ഏറ്റവും താരമൂല്യമുള്ള ഇപ്പോഴത്തെ നേതാവ് VD സതീശൻ കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്, ഷാഫി പറമ്പിലാണ്. ഒരുപക്ഷെ KC വേണുഗോപാൽ പക്ഷത്തേക്ക് അദ്ദേഹം സതീശൻ പക്ഷത്ത് നിന്ന് മാറി എന്ന പൊതു നിഗമനമാണ് ഇപ്പോഴുള്ളത്. അത് മുസ്ലിം ജനസാമാന്യം എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അവരുടെ മനസ്സിലെ ഒരു വീര ഇതിഹാസ നായകനായി ഷാഫി പറമ്പിൽ ഇങ്ങനെ ജ്വലിച്ചു നിന്നപ്പോഴാണ് VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് ഉൾപ്പെടെ കട്ടക്ക് നിന്നപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പിന്തുണ മിസ്റ്റർ KC വേണുഗോപാലിനായിരുന്നു. സംഘടനയ്ക്കുള്ളിൽ വളർന്നു വരണമെങ്കിൽ അതാണ് മാർഗമെന്ന് ഷാഫി പറമ്പിൽ തിരിച്ചറിഞ്ഞു. പക്ഷെ അവിടെ ചെറിയ മുസ്ലിം സമുദായത്തിൽ വിരോധമൊന്നുമില്ല എങ്കിൽ പോലും ഷാഫി പറമ്പിൽ ഒരുപക്ഷെ 2 മാസം മുൻപുള്ള ഒരു ജനകീയ അടിത്തറ ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇപ്പോഴും പക്ഷേ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് മലബാർ മേഖലയിൽ ഷാഫി പറമ്പിലുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം നേതാവിനെ KPCC പ്രസിഡന്റായി എം ശേഷം KPCC പ്രസിഡന്റായി മുസ്ലിം സമുദായത്തിൽ നിന്നും ഷാഫി പറമ്പിൽ വരുമോ? സാമാന്യം ചെറുപ്പക്കാരനായ ആളാണ്, വളരെ ഡൈനമിക്കാണ്, പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരാളാണ്. എ ഡൈനമിക് ചീഫ് മിനിസ്റ്റർ ആൻഡ് എ ഡൈനമിക് കോൺഗ്രസ് ഫേസ് a Muslim face from Congress as the KPCC president can work wonders എന്നതാണ്. പക്ഷെ ഒരു ദോഷം സംഭവിക്കാം. മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകുന്നു എന്ന് പുരപ്പുറത്ത് കയറി BJPയും ഇടതുപക്ഷവും ആക്രോശിക്കും. ഇത് സംഭവിക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യട്ടെ. KPCC പുനഃസംഘടന വളരെ സൂക്ഷിച്ച്, KPCC മാത്രമല്ല സംഘടനയുടെ പല തലത്തിലും ഉള്ള കുടിയിരുത്തലുകൾ, വീതം വെപ്പുകൾ നോക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അവസാന പോയിന്റിലേക്ക് വരുന്നു. എന്തായിരിക്കും ധാരണ, എന്തായിരിക്കും സമവാക്യം? ഇലക്ഷൻ അല്ല എങ്കിൽ KC വേണുഗോപാൽ മന്ത്രിസഭയിൽ പിടിമുറുക്കി എന്ന ഒരു ചിന്ത ഇപ്പോഴേ ഉണ്ട്. VD സതീശനും പിന്നെ ആരോഗ്യമന്ത്രി K മുരളീധരനും ഒരുപക്ഷെ റോജി എം ജോണും ഒഴിച്ച് മിക്കവാറും എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ KC പക്ഷത്ത് നിൽക്കുന്നവരാണ്. അതങ്ങനെയാണ്, അതങ്ങനെ പറ്റൂ. കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC ആണ്. ഡിഫാക്ടോ ഹൈക്കമാൻഡ് ഇസ് KC. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മറ്റു വഴിയില്ല എന്നതുകൊണ്ടാവാം നാളുകളിൽ KC വേണുഗോപാലിൻ്റെ പിടി കേന്ദ്രത്തിൽ അയയുകയാണെങ്കിൽ ഇവരെല്ലാം തന്നെ മറുകണ്ഠം ചാടാൻ. KC ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഇല്ലായിരുന്നു. ഏതാനും മാസം മുമ്പ് വരെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പുച്ഛിച്ച് തള്ളുമായിരുന്നു. ഇപ്പോഴും ശ്രീ KC വേണുഗോപാൽ പറയുന്നത് എൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
ഇദ്ദേഹത്തെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച ആളുകളെ പൊതുവെ പറയുന്ന പേരാണ് കെ.സി. ഗ്രൂപ്പ്. സംഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ ഇൻഡിപെൻഡൻ്റായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കെ.സി. ഗ്രൂപ്പ് എന്ന്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടല്ല. പക്ഷെ അങ്ങനെ ഒരു പിടിമുറുക്കി മുഖ്യമന്ത്രിയുടെ മേൽ മന്ത്രിസഭയിലൂടെയും പാർട്ടിക്കുള്ളിലും പൂർണ്ണമായ പിടിമുറുക്കി മുഖ്യമന്ത്രിയെ മുന്നോട്ട് പോകാൻ ആവാത്ത അന്തരീക്ഷത്തിൽ കൊണ്ടെത്തിക്കാൻ പുനഃസംഘടന കാരണമാകുമോ ചോദ്യമാണ്. കെ.സി. തൻ്റെ ഇഷ്ടക്കാർ ഇപ്പം തന്നെ ഈ അനിൽകുമാറും പി.സി. വിഷ്ണുനാഥും ഒക്കെ കെ.സിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ തന്നെ ആയിരുന്നു. ഈ സംഘടനയ്ക്കുള്ളിലെ നിയന്ത്രണം എന്തിന് സണ്ണി ജോസഫ് പോലും കെ.സി. വേണുഗോപാലിനോട് കൂറുള്ള ആളാണ്. അങ്ങനെയുള്ളവർക്കേ നിൽക്കാൻ പറ്റൂ ഇപ്പോഴത്തെ നിലയിൽ. സംഘടനയ്ക്കുള്ളിലെ കാര്യമാണ് കേട്ടോ. പക്ഷെ ആ സാഹചര്യത്തിന് മാറ്റം വന്നില്ല എങ്കിൽ ഒരുപക്ഷെ സംഘടനയ്ക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഒരുപോലെ കെ.സി. വേണുഗോപാൽ പിടിമുറുക്കിയാൽ ഈ പറയുന്ന വിഭാഗം രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനോ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ലേ? ഒരു തിരുത്തൽ ആഭ്യന്തരമേ ഉള്ളത് നല്ലതാണ് കേട്ടോ. പക്ഷെ തിരുത്തലാണെങ്കിൽ നല്ലതാണ്. പക്ഷേ പൂർണ്ണമായും കടിഞ്ഞാണിടുന്ന രീതിയിൽ കുതിച്ചു പായാൻ വെമ്പുന്ന ശ്രീ വി.ഡി. സതീശനെ കടിഞ്ഞാണിടുന്ന രീതിയിൽ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ നിയമനങ്ങൾ ഉണ്ടാവുകയും മുന്നോട്ട് പോകാൻ ആവാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമോ എന്ന ഭയാശങ്കയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് കോൺഗ്രസിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന കഴിവുള്ള പരിഗണിക്കേണ്ടതായ അർഹതയുള്ളവരെ പരിഗണിക്കാതെ മന്ത്രിസഭയിലേക്കോ MLA-മാരായിട്ടോ പരിഗണിക്കാതെ ഉണ്ടെങ്കിൽ അവരുടെ എനർജി കൂടി ഒരു പാർക്കിംഗ് ലോട്ടുള്ള നിലയിലല്ല, മറിച്ച് ക്രിയാത്മകമായി അവരുടെ എനർജി ഉപയോഗിക്കാനുള്ള ഒരു മാർഗമായി കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെ കാണുക എന്നതാണ് ഏറ്റവും കരണീയമായ കാര്യം. നമുക്ക് ആവശ്യം ശക്തമായ ഭരണപക്ഷമാണ്. പടലപടക്കങ്ങളില്ലാത്ത കൃത്യതയുള്ള ഫോക്കസുള്ള ദർശനമുള്ള ഗതിവേഗമുള്ള ഒരു ഭരണകൂടമാണ്. അതേപോലെ നമുക്ക് ആവശ്യം അതിശക്തമായ തിരുത്തലിന് പറ്റുന്ന ഒരു പ്രതിപക്ഷമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കൊരു മോചനം ഉണ്ടാകൂ. അതുകൊണ്ട് ശക്തനായ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന പാർട്ടി, അതിനുള്ളിൽ തന്നെ ന്യായമായ തിരുത്തലുകൾ, വിമർശനങ്ങൾ ഉണ്ടാകണം, ആരോഗ്യപരമായ വിമർശനങ്ങൾ. അതുപോലെ പ്രതിപക്ഷം അതിശക്തമാകണം, ഡിസ്ട്രക്റ്റീവ് ആകരുത്. മാണി സാറിനെ, ധനകാര്യമന്ത്രിയായിരുന്ന കെ.എം. മാണിയെ ഈ ശാരീരികമായി പീഡിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ വളഞ്ഞു വെച്ച് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ രീതിയിൽ വീർപ്പ് മുട്ടിച്ചത് പോലെയുള്ള പ്രതിപക്ഷത്തെ അല്ല നമുക്ക് ആവശ്യം. ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വിത്തിൻ ദ പാർട്ടി if the chief minister goes beyond the party line. ഇതൊക്കെ ഉറപ്പുവരുത്താൻ തക്ക പുനഃസംഘടന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകട്ടെ, ന്യായം പുലരട്ടെ, കേരളം ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.